ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു. പള്ളിക്കൽ കൊട്ടിയമുക്ക് സ്വദേശി സഹീറിനെയാണ് വിട്ടയച്ചത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്കായി തിരച്ചിൽ നടത്തുന്നതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ബൈക്കിലെത്തിയ മൂവർ സംഘം വി മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാക്കിയത്. ആറ്റിങ്ങൽ പള്ളിക്കൽ കൊട്ടിയമുക്ക് സ്വദേശി സഹീറിനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചത്. സംഘം ചേർന്നുള്ള കലാപശ്രമം, അസഭ്യം പറയൽ, മാർഗതടസ്സം സൃഷ്ടിക്കൽ തുടങ്ങി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒളിവിൽ പോയ മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ ശക്തമാക്കിയതായി പോലീസ് അറിയിച്ചു. BJP നാവായിക്കുളം മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് വാഹനത്തിനു നേരെ അക്രമമുണ്ടായത്. പിന്തുടർന്നെത്തിയ മൂവർ സംഘം വാഹനജാഥയിലേക്ക് തള്ളിക്കയറുകയും സ്ഥാനാർത്ഥിയെയും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. 3-ലധികം തവണ ഇത് തുടർന്നതോടെ അരമണിക്കൂറിലധികം വാഹന പ്രചരണ ജാഥ നിർത്തിവെച്ചു. തുടർന്ന് പോലീസ് സംരക്ഷണത്തിൽ പുനരാരംഭിക്കുകയായിരുന്നു. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും ഇലക്ഷൻ കമ്മീഷനും വി മുരളീധരൻ പരാതി നൽകി. ജനം, തിരുവനന്തപുരം.